Hi friends, Assalamu alaikum. Welcome back to delicious cibo. ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് ട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ 1k സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും പെട്ടെന്ന് 1k സബ് ആവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ട്ടോ. അത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്ര വേഗം 1k സബ്സ്ക്രൈബേഴ്സ് ആയി വന്നത്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ശരിക്കും ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചത് കുറച്ച് ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ഒന്ന് കാണുന്നതായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1k സബ്സ്ക്രൈബേഴ്സായ സന്തോഷത്തിൽ ഒരു കുനാഫ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നട്ട്സൊക്കെ ആയിട്ട് 1k എന്നൊക്കെ ഒന്ന് എഴുതി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുണ്ടാക്കിയ കുനാഫയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടിയും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുനാഫ ഡോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പീസസായിട്ട് കൈകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നീട് അതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ ചൂട് കൊടുക്കാനല്ല, കുറച്ച് ചൂടാറിയതിന് ശേഷം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പൂണ് ഫോർക്കൊന്നും വെച്ചാൽ അധികം മിക്സായി കിട്ടില്ല, അതുകൊണ്ടാണ് കൈകൊണ്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഡോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെസിപ്പി ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ കോൺഫ്ലോറും ഒരു 3 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് 1 കപ്പ് പാല് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കോൺഫ്ലോറും പഞ്ചസാരയൊക്കെ അതിലൊന്ന് മിക്സായി വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് ഇളക്കാൻ പാടുള്ളൂ. അതിലും കൂട്ടിയിട്ടാൽ നമ്മുടെ കോൺഫ്ലോറിൽ അതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നന്നായി ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രീമി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രീമി ആയതിനു ശേഷം അതിലേക്ക് ക്രീം ചീസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം സെയിം കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലെടുത്തിലേക്ക് ഒരു 1/2 കപ്പ് ക്രീം ചീസ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് അധികം മെൽറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് ഒരു കട്ട പോലെ ആയത്. ഞാൻ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ചൂട് തട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം, അത് ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ. ക്രീമിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ തിക്നെസ്സാണ് കേട്ടോ നോക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം എത്ര തിക്നെസ് വേണം എന്ന് നമുക്കൊന്ന് നോക്കാൻ കണ്ടില്ലേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം ലഭിക്കുക. അപ്പോൾ ഈ ഒരു ടൈം ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 1 കപ്പ് തന്നെ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടർ, 1 സ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഡോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കുനാഫ ഡോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കൈക്കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. പിന്നെ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചോ ഒക്കെ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിന് ശേഷം ക്രീം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലായിട്ട് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ, പുറത്തേക്ക് വരാത്ത തരത്തിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് ബാക്കിയുള്ള
നമ്മുടെ ഡോ കൂടി ആക്കി കൊടുക്കാം. ഇത് ബാക്കിയുള്ള ഡോ കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡും മേൽഭാഗവും ഒക്കെ ഒന്ന് അമർത്തി സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കുനാഫയുടെ ഉണ്ടാക്കുന്ന ഷേപ്പൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഭാഗത്തേക്കൊക്കെ നിൽക്കുന്നതൊക്കെ ഒന്ന് കൈക്കൊണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ വല്ല അപ്പച്ചട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ഈ ഫ്രൈ പാൻ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഒരു ഭാഗം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മറിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി. ഇത്രയ്ക്ക് നമുക്ക് വേവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണല്ലോ, അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതുമ്പോൾ 1K എന്നൊക്കെ ഒന്ന് എഴുതി ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഷുഗർ സിറപ്പ് നമ്മൾ മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ട് കഴിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. അപ്പോൾ ശരിക്കും നമുക്ക് 1K സൺഡേ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോഴും അത് ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വോയിസ് വെച്ചിട്ടും വീണ്ടും റെക്കോർഡ് ചെയ്തത്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു.